1971 മുതൽ 81 വരെ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനിടയിലാണ് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ സജീവമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ഏറ്റവും പ്രമാദമായ ഒരു രാഷ്ട്രീയ സംഭവവികാസം ഉണ്ടാകുന്നത്. അത് അടിയന്തരാവസ്ഥയാണ്. 1975 മുതൽ 77 വരെ അടിയന്തരാവസ്ഥ കത്തി നിൽക്കുമ്പോൾ ഒരു സമ്മേളനം നടന്നു. ദേശാഭിമാനി സ്റ്റഡി സർക്കിളിന്റെ സമ്മേളനം 1976 എറണാകുളത്ത് നടന്നു. ആ സമ്മേളനത്തിലാണ് ആദ്യമായി വൈലോപ്പിള്ളി എന്ന മഹാകവിയെ പങ്കെടുപ്പിക്കുന്നത്. വൈലോപ്പിള്ളി എന്ന മഹാകവിയെ അന്ന് MS ദേവദാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം പക്ഷേ അവിടെ നടത്തിയ പ്രസംഗം സദസ്യരെ മാത്രമല്ല സംഘാടകരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അവർ ആ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്താണ്, ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ എന്തൊക്കെയാണ്, അത് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും ആ സാത്വികനായ മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയിട്ടേയില്ല. അദ്ദേഹം അവിടെ വന്ന് നടത്തിയ പ്രസംഗം അടിയന്തരാവസ്ഥയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ്. എത്ര മനോഹരമാണ് ഈ കാലം, നമ്മുടെ ഓഫീസുകളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നു, ജീവനക്കാരൊക്കെ കൃത്യമായി ഓഫീസിൽ വരുന്നു, ബസ്സുകളൊക്കെ കൃത്യമായിട്ട് ഓടുന്നു, ട്രെയിനുകളൊക്കെ സമയം തെറ്റാതെ ഓടുന്നു, എത്ര മനോഹരമായ കാലം എന്ന മട്ടിൽ അടിയന്തരാവസ്ഥയെ വാഴ്ത്തിക്കൊണ്ടാണ് ആദ്യമായി വൈലോപ്പിള്ളി എന്ന മനുഷ്യൻ CPMന്റെ വേദിയിൽ വന്ന് സംസാരിക്കുന്നത്. സംഘാടകരാകെ വിയർത്തുപോയി, കേൾവിക്കാരാകെ ഞെട്ടിപ്പോയി. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. ഈ വലിയ മഹാകവിയോട് ആരും അവിടെ വെച്ച് കയർക്കാനൊന്നും പോയില്ല. തീർച്ചയായിട്ടും അതൊരു നല്ല മര്യാദയാണ് കാണിച്ചത്. ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി പറഞ്ഞൊരു കഥ അദ്ദേഹം അത് എഴുതിയിട്ടുമുണ്ട്. വൈലോപ്പിള്ളി അന്ന് താമസിക്കുന്നത് ഉഷ ടൂറിസ്റ്റ് ഹോമിലാണ്. ഉഷ ടൂറിസ്റ്റ് ഹോമിലെ ക്യാൻറ്റീനിൽ രാവിലെ പ്രാതല് കഴിക്കാൻ വൈലോപ്പിള്ളിയും MS ദേവദാസും MN കുറുപ്പ് അങ്ങനെയുള്ള അക്കാലത്തെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ വന്നപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കുന്ന തക്കത്തിൽ വൈലോപ്പിള്ളിയോട് പോയി സംസാരിക്കാൻ അക്കാലത്തെ ചെറുപ്പക്കാരനായ പ്രഭാകരൻ പഴശ്ശി ചെന്നു. എന്നിട്ട് പതുക്കെ പരിചയപ്പെട്ടു. കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ പറഞ്ഞു, അങ്ങയുടെ ഇന്നലത്തെ പ്രസംഗം ഒട്ടും ശരിയായില്ല കേട്ടോ. അങ്ങ് അടിയന്തരാവസ്ഥയെ പുകഴ്ത്താൻ പാടുണ്ടോ? എന്താണ് നടക്കുന്നത് എന്ന് അങ്ങേക്കറിയാമോ? ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. ഈ ഇരുട്ടത്ത് കാണുന്ന ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലും സംശയത്തോടെ കാണുകയാണ്. പോലീസുകാരെ എപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പറയാതിരുന്നൂടെ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ സൗമ്യമായിട്ടാണെങ്കിലും രൂക്ഷമായ ഭാഷയിൽ വൈലോപ്പിള്ളിയോട് കയർത്തു എന്ന് പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.